പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ്ട് നമ്മൾ ഇപ്പോൾ ഡിംബോച്ചെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്യാണ്. ഇന്നിപ്പം ഡിംബോച്ചെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഡിംബോച്ചയിൽ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചും അതിൻ്റെ ഹോട്ടൽ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തിനൊക്കെ നമുക്ക് പൈസ കൊടുക്കണം, എന്തിനൊക്കെ ചാർജിങ്ങിൻ്റെയും അതിൻ്റെ എല്ലാം എങ്ങനെയാണ് കാര്യങ്ങൾ, പിന്നെ ഹോട്ട് ഷവർ, അതുപോലെ തന്നെ ഡ്രസ്സ് അലക്കി കിട്ടുന്നതും ഒക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നലെ കിടന്നത് ഈ റൂമിലായിരുന്നു. ഞാനിപ്പോൾ രാവിലെ 6 മണി കഴിഞ്ഞു. പുറത്തെ ഒരു കാഴ്ച കാണിച്ചു തരാമേ. വിൻഡോയിൽ കൂടെ നോക്കി, വിൻഡോ ഫുള്ള് കണ്ടോ, ഇങ്ങനെ ഫുള്ള് കണ്ട് മഞ്ഞ് കണ്ടോ, വെള്ളം വരുന്ന കണ്ടോ. ഇനി ഞാൻ പുറത്തോട്ടുള്ള കാഴ്ച കാണിച്ചു തരാമേ. ഇത് കണ്ടോ, സീന നമുക്ക് എഴുതി വയ്ക്കാം. സീന കണ്ടോ, നല്ല തണുപ്പ്. പുറത്തോട്ട് നോക്കി അമൃതബളം നമുക്ക് എന്താണ് നല്ലതായിട്ട് ഇപ്പോൾ കാണാൻ കേട്ടോ. ആ കാണുന്നതാണ് അമൃതബളം. സൂര്യൻ താണ്ടി വരുന്നുണ്ട്, വെയിലിങ്ങനെ വരുന്നുണ്ട്, പക്ഷേ ഭയങ്കര തണുപ്പാണ്. ഇന്നലെ ഇവിടെ വന്നപ്പോഴാണ് തണുപ്പിൻ്റെ കാഠിന്യം മനസ്സിലായത്. ഭയങ്കര തണുപ്പാണ്. പിന്നെ പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര തണുപ്പാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. സൂര്യൻ ഇറങ്ങി വരുന്നുണ്ട്, വെയിൽ നല്ലതായിട്ട് വരുന്നുണ്ട്, പക്ഷെ നല്ല തണുപ്പ്. രാവിലെ ഇപ്പോൾ എഴുന്നേറ്റ് ഇനിയിപ്പോൾ പല്ല് തേക്കണം. പല്ല് തേക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും പല്ല് തേക്കണം. ഇത് ഇവിടെ ബാത്റൂമാണേ. ഇതാണ് ബാത്റൂം. ഇവിടെ ഫ്ലഷിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വെള്ളമില്ല. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ, അങ്ങോട്ട് നല്ല ഇതാണ്. അവിടെയാണ് റെസ്റ്റോറൻറ്റ്. അവിടെ റെസ്റ്റോറൻ്റാണ്. ഇങ്ങോട്ടെല്ലാം റൂമാണ്. ഇവിടെ എല്ലാം റൂമാണ്. ഇതാണ് ഡിംബോച്ചെ എന്ന് പറയുന്ന സ്ഥലമേ. കണ്ടോ, നല്ല തണുപ്പ്. ഇവിടെ മൊത്തം പിന്നെ ടെൻറ്റ് കിട്ടിയിരിക്കുന്നുണ്ടോ. ഇതെല്ലാം ഫുള്ള് ടെൻറ്റാണ്. ഇവിടെ എല്ലാം എന്താ ഹോട്ടൽസാണ്. ഇവിടെ വന്നാൽ നമുക്ക് എല്ലാവരും ഇവിടെ വന്നാണ് താമസിക്കുന്നത്. ബേസ് ക്യാമ്പിൽ പോകുന്നവരൊക്കെ. ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ്. ഈ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എല്ലാം കോട കയറി മൂടി കേട്ടോ. കണ്ടോ, ഫുള്ള് കോടയാണ്. നല്ല തണുപ്പുണ്ടേ, തണുക്കുന്നേ. ഇതിനകത്തോട്ടാണ് നമ്മൾ. ഇവിടാണ് ഹോട്ടല്. പിന്നെ ഇതിനകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ചൂട് കിട്ടുന്നുണ്ടേ. പിന്നെ എല്ലാവരുടെയും സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചേക്കാണ്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഇങ്ങനെ പോയി ഇവിടെ നമുക്ക് തുണിയൊക്കെ വാഷ് ചെയ്ത് തരും കേട്ടോ. ഒരു ഡ്രസ്സിന് ഇപ്പോൾ ടീഷർട്ട് ആണെങ്കിൽ ടീഷർട്ട് ഒരെണ്ണം, അല്ലെങ്കിൽ പാൻറ്റാണ്, അതിന് 300 രൂപയാണേ. ഇതാണ് ഡൈനിങ് കണ്ടോ, റെസ്റ്റോറൻറ്റ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെ തന്നെ ഹീറ്ററൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നല്ല ചൂടൊക്കെ കിട്ടുമേ. പിന്നെ ഇതുണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹോട്ട് ഷവർ 700, ലോണ്ട്രി പെർ പീസ് 300, പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നതിന് 1000 രൂപ, ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് 300 രൂപ. അത് 1 മണിക്കൂറാണ്. 1 മണിക്കൂറിന് 300 രൂപയാണ്.
ബാറ്ററി ചാർജ് ചെയ്യുന്നതിന്. ഇത് കുറേ ഇവരുടെ സ്പേസ് ക്യാമ്പിൻ്റെ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇല്ല സോറി, ഇതിൻ്റെ മാപ്പാണ് ഇത്. ഇവിടെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ എല്ലാത്തിനും ഭയങ്കര പൈസയുണ്ട്. ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സും ചോക്ലേറ്റ്സ് ഇതെല്ലാം ഉണ്ട്. എല്ലാം ഇരിപ്പുണ്ട്. നമുക്ക് എന്നെ കണ്ണാടി കാണാമല്ലോ. പിന്നെന്താ മെനു കാണിക്കാമേ. മെനു ഇതാണ് ഇവിടുത്തെ മെനുവേ. കണ്ടോ, ഇതിനകത്ത് കണ്ടോ ഹോട്ട് ഡ്രിങ്ക്സിൻ്റെ ഓരോന്നിൻ്റെയും ചാർജ് നോക്കി. കണ്ടോ, ബ്ലാക്ക് ടീ 150, മിൽക്ക് ടീ 170, ഇങ്ങനെ ഓരോന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഓരോന്നിനും. കണ്ടോ, എഗ്ഗൊക്കെ ആണെങ്കിൽ 2 എണ്ണത്തിന് 550 രൂപ. ഉണ്ടോ എഗ്ഗ്. ഫ്രൈഡ് എഗ്ഗ് ആണെങ്കിൽ 500 രൂപ. ഓംലേറ്റ് ആണെങ്കിൽ 500 രൂപ. ഒനിയൻ ഓംലേറ്റ് ആണെങ്കിൽ 600 രൂപ. കണ്ടോ, സൂപ്പിന് വെജിറ്റബിൾ സൂപ്പ് 450, ചിക്കൻ സൂപ്പ് 450, ഗാർലിക് സൂപ്പ് 450. പിന്നെ ബാക്കിയെല്ലാത്തിനും ചിക്കൻ തുർക്ക എന്ന് പറഞ്ഞാൽ 700. പിന്നെ സാൻഡ്വിച്ച് 750. പിന്നെ സ്നാക്സ് 500. കണ്ടോ, കറി വിത്ത് റൈസ് ദാൽ ബാത്ത് ആയിരിക്കും. ദാൽ ബാത്ത് 850. കറി വിത്ത് വെജിറ്റബിൾ കറി വിത്ത് റൈസ് 700. എഗ് കറി വിത്ത് റൈസ് 800. ചിക്കൻ കറി വിത്ത് റൈസ് 900. മിക്സഡ് ഫ്രൈഡ് റൈസ് 750. പ്ലെയിൻ റൈസ് 500. എഗ് ഫ്രൈഡ് റൈസ് 700. ഉണ്ടോ, ഓരോന്നും. ചപ്പാത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ചപ്പാത്തി പ്ലെയിൻ ചപ്പാത്തി 400 രൂപയാണേ. ചപ്പാത്തി വിത്ത് ഹണി പീനട്ട് ബട്ടർ 450. കണ്ടോ, മോമോസ് ഉണ്ട്. മോമോസ് 700. പൊട്ടറ്റോ ചീസ് മോമോസ് 750. മീറ്റ് മോമോസ് ആണ് 850. പിസ്സ ആണെങ്കിൽ 850, 900 അങ്ങനെ റേറ്റാണേ. പിന്നെ മക്രോണി എല്ലാത്തിൻ്റെയും റേറ്റ് ഉണ്ടോ. വെജിറ്റബിൾസ്, കോൾഡ് ഡ്രിങ്ക്സ്, ഡെസേർട്ടിൻ്റെ ഒക്കെ ആപ്പിൾ പെർ പീസ് 350 രൂപ. ചോക്ലേറ്റ് പുഡിങ് പെർ ബൗളിന് 650 രൂപ. എന്താ റേറ്റ് അല്ലേ. നമ്മളിപ്പം റേറ്റ് കൂടുതലാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ സാധനങ്ങളൊക്കെ വരുന്നത് എല്ലാം പിന്നെ ഇങ്ങനല്ലേ, ഹെലികോപ്റ്ററിലല്ലേ കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് സാധനത്തിന് വില കൂടുതലാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടുന്ന് അല്ലാതെ വേറെ വഴിയില്ല ഇവർക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. കണ്ടോ, അപ്പോൾ പിന്നെ നമ്മൾ ഹൈറ്റിലേക്ക് വരുമ്പോൾ പൈസയുടെ വിലയും കൂടും, അതുപോലെ തന്നെ ചായയുടെ രുചിയും കൂടും എന്ന് പറഞ്ഞതുപോലെ. കണ്ടോ, പിന്നെ അതിനകത്ത് കാര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് കഴിക്കുക ആണ് വേണ്ടത്. എല്ലാം കോട കയറി കേട്ടോ. ഇതിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇന്ന് 5ാം ദിവസം ഓക്കെയായി. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവർ ചാർജ് ചെയ്ത് തരും. പിന്നെന്താണ് പിന്നെ ബാത്റൂമിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ ഇതും വെള്ളമില്ല. നമ്മൾ വെറ്റ് വൈപ്സോ അങ്ങനെ വല്ലതും ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഇവിടെ നേപ്പാളി ടോയ്ലറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അത് ഇന്ത്യൻ ക്ലോസറ്റ് പോലെ തന്നെ, അങ്ങനെ അതിനകത്ത് വെള്ളം ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇത് എവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതുണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ലോണ്ട്രി തുണിയൊക്കെ വാഷ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. പിന്നെന്താ, എന്നെ കണ്ടോ, ഞാൻ ജാക്കറ്റ് എടുത്തിട്ടു, ഒരു തെർമലും ഇട്ടിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഉള്ളൂ ഭയങ്കര തണുപ്പ്, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തണുപ്പ് കൂടുന്നുണ്ട്. പിന്നെ ഇവിടെ
വാഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. കൈ വാഷ് ചെയ്യാനും ഒക്കെയുള്ള വെള്ളമുണ്ട്. പിന്നെ ഇനിയും നമ്മൾ നാളെ ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് ഓൾട്ടിറ്റ്യൂഡിൻ്റെയൊക്കെ പ്രശ്നം. 4440 മീറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. നാളെ നമ്മളൊരു വലിയൊരു പീക്കിൽ അവിടെയാണെന്ന് തോന്നുന്നു. ആ ഒരു പീക്കിലൂടെ നമ്മൾ പോവും. എന്നുവെച്ചാൽ നമ്മൾ അക്ലമറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാളെ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 400 മീറ്ററും കൂടെ കയറണം. അതിന് 4840 മീറ്റർ ഉയരത്തിലേക്ക് നാളെ നമ്മൾ പോയിട്ട്, രാവിലെ പോയിട്ട് വൈകുന്നേരം നാളെ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരും. തിരിച്ച് വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ മറ്റേ നാളിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകും. സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ലൊബോച്ചെ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. ലൊബോച്ചെ പോയതിന് ശേഷം ലൊബോച്ചെ പിന്നെ സ്റ്റേ ഇല്ല. ലൊബോച്ചെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഇന്ന് തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച നമ്മൾ ഗോരഷേബിലെത്തിയിട്ട്, അതാണ് ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ളത്. ഗോരഷേബി ചെന്നിട്ട് നമ്മൾ ബേസ് ക്യാമ്പ് പോകും. ബേസ് ക്യാമ്പ് പോയിട്ട് തിരിച്ച് ഗോരഷേബി വരും. അവിടെ സ്റ്റേ ചെയ്യും. അവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം കാലാപത്ര കയറും. കാലാപത്ര കയറിയിട്ട് തിരിച്ച് നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങും. അന്ന് തന്നെ ഇറങ്ങും. ഇത് കണ്ടോ, ഭയങ്കര തണുപ്പ്. എന്നെ വിറയ്ക്കുന്ന കേട്ടോ. അവിടെ നിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ടേ. കണ്ടോ, അവിടത്തേക്ക് ആ ഒരു സ്ഥലമൊക്കെ കണ്ടോ. കോട കയറിയേക്കുന്നതിന് മൊത്തം ഒന്നും കാണത്തില്ല. ഡിബോച്ചി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കാറ്റടിക്കുമ്പോൾ ഭയങ്കരമായി തണുക്കുന്നു കേട്ടോ. വിറയ്ക്കുന്നതിൻ്റെ ഫോൺ കയ്യിലിരുന്ന് വിറയ്ക്കുന്നു. ഞാൻ പുറത്തിറങ്ങി ഇന്ന് വീഡിയോ എടുക്കുക. കൊട കയറി വരുന്നുണ്ടോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് തലവേദന ഒന്നും ഇല്ലായിരുന്നു. തലവേദനയുടെ ഗുളിയൊന്നും കഴിക്കേണ്ട വന്നില്ല. ഇന്ന് ഓക്സിജൻ ലെവൽ നോക്കിയപ്പോഴാണേലും 92 ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ താമസിക്കുന്ന റൂം ഇതാണ്. ഈ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഡിംബോച്ചെ സ്ഥലവും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലും അതിൻ്റെ റെസ്റ്റോറൻറ്റും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം, നാളത്തെ. അപ്പം ഞാൻ നാളെ പോകുന്ന 400 മീറ്ററൂടെ ഇനി ഇവിടുന്ന് പോകുന്ന ഏതൊരു സ്ഥലമാണ് എനിക്കറിയില്ല. അപ്പോൾ അവിടേക്ക് പോകുന്ന ഡിംബോച്ചെ തന്നെ വേറൊരു ഹൈക്ക് കയറുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പോകുന്നതിൻ്റെ വീഡിയോയുമായിട്ട് നാളെ നമുക്ക് കാണാം. അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ എല്ലാവരും കാണണം. വീഡിയോ കാണാതിരിക്കരുത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. കാരണം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം എനിക്ക് ചെയ്യാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു സ്റ്റിക്ക് പിടിച്ച് നടക്കുന്നതിനെക്കാട്ടി 2 സ്റ്റിക്ക് പിടിച്ച് നടക്കുന്നവർക്കാണ് ഏറ്റവും നല്ലതായിട്ട് നടക്കാൻ പറ്റുന്നത്. ഞാൻ പക്ഷേ ഒരു സ്റ്റിക്ക് ഒരു കയ്യിൽ ഫോണുമായിട്ടാണ് നടക്കുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. 2 സ്റ്റിക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പം അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണണം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തവരെല്ലാവരും കാണണം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഇത് കണ്ടോ, സ്നോ വീഴുന്ന കണ്ടോ, സ്നോഫോൾ. കണ്ടോ സ്നോഫോൾ കണ്ടോ. സ്നോ ആണ് ഇതെല്ലാമേ. ഇത് കണ്ടോ. അങ്ങനെ ഞാൻ സ്നോ കണ്ടു. വൈകുന്നേരം സമയമാണ്. കണ്ടോ അവിടെ എല്ലാം സ്നോ വീണ് കിടക്കുക കേട്ടോ. മഴ പോലെ പെയ്യുന്നത് കണ്ടോ സ്നോ. ഇതുണ്ടോ.
ഇതുണ്ടോ സ്നോ പെയ്യുന്നുണ്ടോ? Okay, sorry.